ഒരു റാൻഡം റീഡിങ് നോക്കാം. അതായത് വാട്ട് ഈസ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളിനി ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്, നിങ്ങളിപ്പോൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതേപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് കൂടെ നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ദ ഫൂളാണ്. അതെ, നിങ്ങൾ എന്തോ ഒരു പുതിയ ജേർണിയിലാണ്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്യാത്തതോ ആയിട്ടുള്ളൊരു ലൈഫിൻ്റെ ഘട്ടത്തിലൂടെ, അതും നിങ്ങളെ തന്നെ അത്രയും വിശ്വാസത്തോടെ, നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, നിങ്ങൾക്കറിയാം ഇനി വീണ്ടും റിസ്ക്കുകൾ ഉണ്ടാവുമെന്ന്. എന്നിരുന്നാൽ പോലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ നിങ്ങളുടെ വിശ്വാസത്തോടുള്ള ചുവട് വെച്ച് കഴിഞ്ഞു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു പുതിയ ജേർണിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ബട്ട് എല്ലാ ഒരു പേടി, എന്താവുമെന്ന് അറിയാത്തതിൻ്റെ ഒരു പേടി, ഒരു ഇന്നസെൻസ്, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. കാരണം നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, എവിടെ എത്തും, എന്താവും എന്നുള്ളൊരു അൺസർട്ടനിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഭയവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ധൈര്യം നിങ്ങൾ സംഭരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ ആ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുണ്ട്, നിങ്ങൾക്ക് ആ ധൈര്യവും ഉണ്ട്, ആ കറേജും ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു പുതിയൊരു ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയൊരു ജേർണിയിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജി, അതും ആ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു സൂര്യൻ്റെ എനർജി കിട്ടുന്ന പോലെ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടു ഓഫ് പെൻറ്റിക്കിൾസ്, അതേ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മോസ്റ്റ്ലി ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇംബാലൻസ്, അതായത് നിങ്ങൾക്ക് വരവും ചെലവും, അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപക്ഷെ ഇത് അനുഭവിച്ചിട്ടേ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ബട്ട് നിങ്ങളതിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ട് അത് ഓവർകം ചെയ്യാനുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ഇംബാലൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓവർകം ചെയ്ത് വന്നിട്ടില്ല, നിങ്ങൾക്കതൊരു ബാലൻസ് ആയിട്ടില്ല എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ലൈഫിൻ്റെ സ്ട്രഗിൾ എങ്ങനെ കയറിയും താണും, അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നല്ലോണം ഉണ്ട് എന്നാണ് കാണുന്നത്. യെസ്, അതേ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. അത് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. മേ ബി നിങ്ങൾ കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ചുറ്റും സംഭവിച്ചൊരു ഫൈനാൻഷ്യൽ ഇഷ്യൂ അങ്ങനെ നിങ്ങൾ കാരണമാവണമെന്നില്ല. അതിൻ്റെ പക്ഷേ എല്ലാ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ടൈമാണ്. നിങ്ങൾ മെൻ്റലി ഭയങ്കര തകർന്നിരിക്കുന്ന ഒരു ടൈമാണ്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത്, അത്രയും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്ത് വന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ സമ്പാദിച്ചാലും ഉണ്ടാക്കിയാലും അത് വേറൊരു വഴിക്ക് പോവുകയാണ്. പക്ഷേ ഡോണ്ട് വറി, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത്ത് ദൈവം തന്നിട്ടുണ്ട്. സോ ഓരോ ദിവസവും നിങ്ങൾ, എല്ലാവർക്കും പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഫീൽ ചെയ്യാം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ അത്രയും എഫേർട്ട് ഇടണം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്കറിയുള്ളൂ. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഓരോ ദിവസവും തോൽപ്പിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്. മീൻസ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഓരോ വഴികൾ കണ്ടെത്തുന്നത്. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അത്രയും വിഷമങ്ങളും അതേപോലെ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടും, ചതിക്കപ്പെടും, അതിൻ്റെ വേദനയും, അങ്ങനെ സ്വയം ഉയരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കാരണം ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടായി, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചങ്ങലകൾ ഓരോ ദിവസവും രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും അത്രയും ചിന്തകളെല്ലാം തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ അടുത്ത ദിവസം ഉണർന്ന് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം അത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിളാണ്, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത്ര സിമ്പിളായിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്, കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടുകൂടെയെന്ന് തോന്നും. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ അത്രയും മെൻ്റലി ഫ്രസ്ട്രേറ്റഡും അതേപോലെ ഡൗണും ആയിട്ടുള്ള നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. ബട്ട് നിങ്ങൾ ആ ഒരു ജേർണിയിലാണ്. ഇതൊരു കാർമികമായിട്ടുള്ളൊരു ഒരു യോഗമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കാരണം ഇത് നിങ്ങൾ ഓവർകം ചെയ്യണം, ഈ ഒരു സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ ഒരു വിധി ഉണ്ടെന്ന് ആണ് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് നിങ്ങൾ ഓവർകം ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ധൈര്യപൂർവ്വം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഒരുപാട് റിസ്ക് ഉണ്ട്, മെൻ്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി. നിങ്ങൾ ഒട്ടും
നല്ലൊരു അവസ്ഥയിലല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് എല്ലാ എനർജിയും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. സോ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്, മെൻ്റലി ഒരു സ്ട്രഗിൾ ഉണ്ട്. കാരണം മേ ബി നിങ്ങൾ കാരണമല്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഞാനിതൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാനിതൊക്കെ ഡിസേർവിങ് ആണോ എന്നുള്ളൊരു ചിന്തയും കൂടെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതൊരു കാമിക് ആയിട്ടുള്ളൊരു യോഗമാണ്. യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. സോ നിങ്ങളിതിലൂടെ കടന്നു വന്നേ പറ്റുള്ളൂ. നമുക്ക് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താണെന്ന് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് യെസ് 9 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു യോഗമാണ്. സോ നിങ്ങളിത് ഓവർകം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കും, പക്ഷെ നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. കാരണം അതാണ് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് തരുള്ളൂ. കാരണം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾ ഗോളായി സെറ്റ് ചെയ്തിട്ട് നിങ്ങളത് ഓരോന്നും നേടിയെടുക്കണം മെല്ലെ മെല്ലെ. സമയമെടുക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാ വിഷസും, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ അനുഗ്രഹം അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ട്രസ്റ്റ് ദ ജേർണി. നിങ്ങൾ ആ ജേർണി വിശ്വസിക്കുക. നിങ്ങൾ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ വീണ്ടും സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ മേക്ക് വിഷസ്. അതെന്തായാലും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ. ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു ജേർണി ഓവർകം ചെയ്യണം. അതെന്തായാലും ഓവർകം ചെയ്യും. കാരണം നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും നിങ്ങൾ അവിടെ തളരില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ദിവസവും നിങ്ങൾ ഉണരുന്നതും വർക്ക് ചെയ്യുന്നതും. സോ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ട് എന്നാണ് ഈ 9 ഓഫ് കപ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതാണ്. താങ്ക് യു.